അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ മുബാറക്. അറബി ഭാഷ പഠന ക്ലാസ്സുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ കുറേ നിത്യോപയോഗ അല്ലെങ്കിൽ കുറേ പ്രൊഫഷണൽ ടൈറ്റിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഓർക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഉദാഹരണത്തിന് ഡോക്ടർക്ക് എന്ത് പറയും, എഞ്ചിനീയർക്ക് എന്ത് പറയും, അതുപോലുള്ള ഓരോ അക്കൗണ്ടൻറ്റിന് എന്ത് പറയും എന്നൊക്കെയുള്ള ഓരോ പ്രൊഫഷൻ്റെ പേരുകൾ പഠിച്ചു. ഇന്നും അതേപോലെ തന്നെ ഒന്ന് രണ്ട് അറബി ഭാഷയിലെ ഉപയോഗങ്ങളും അതിനുശേഷം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുടെ പേരുകളും അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് വാട്ട് യു ഡു എന്ന് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ഐ വിൽ ഡു, അല്ലെങ്കിൽ വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളതിന് ഡു എന്നുള്ളതിന് സവ്വി എന്ന് പറയാം. സവ്വ ഇസവ്വി, സവ്വി സവ്വി. സവ്വി. ഡു. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുക, ഷു സവ്വി. തുസവ്വി എന്നാണ്, പക്ഷേ താ ഉച്ചരിക്കൂല, ഷു സവ്വി എന്ന് പറയും. ഷു തുസവ്വി എന്നാണ് ശരിക്കുള്ളത്, പക്ഷെ സംസാരിക്കുമ്പോൾ ഷു സവ്വി. സവ്വി. ഷു എന്നുള്ള നമ്മൾ പഠിച്ചു എന്ത് എന്നുള്ളത്. അപ്പോൾ സവ്വി, ഷു സവ്വി. വാട്ട് ആർ യു ഡൂയിങ്. ഷു സവ്വി എന്ന് വെച്ചാൽ വാട്ട് ആർ യു ഡൂയിങ്. വേണമെങ്കിൽ അത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് അതിനെ തന്നെ നമുക്ക് കുറച്ചുകൂടി എലാബറേറ്റ് ഷൂ സവി എന്ത എന്ന് ചോദിക്കുകയാണെങ്കിൽ യു അന്ത എന്നുള്ളത് നമ്മൾ പഠിച്ചു, യു എന്നുള്ളത്. അപ്പോൾ ഷൂ സവി എന്ത എന്ന് പറയും, ഷൂ സവി എന്ത ഓക്കെ എന്ന് പറയും. ഓക്കെ, ഷൂ സവി എന്ത എന്ന് പറഞ്ഞാൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് സ്പെസിഫിക് ആയിട്ട് വരും. ഷൂ സവി അന്ത. ഓക്കെ, അതുപോലെ തന്നെ ഷൂസ് വാട്ട് ഡിഡ് യു ഡു എന്ത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തത് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഷൂ സവ്വൈത്ത്. ഷൂ സവ്വൈത്ത് എന്ന് ചോദിക്കും പാസ്റ്റ് ടെൻസിലാണെങ്കിൽ. നീ എന്ത് ചെയ്തു അല്ലെങ്കിൽ നീ എന്തേ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൂ സവ്വൈത്ത്. ഷൂ സവ്വൈത്ത്. നീ എന്ത് ചെയ്തു അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു ഡു എന്നുള്ളതിന് പറയുന്നത് നീ എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ ഷൂ സവ്വൈത്ത്. ഷൂ സവ്വൈത്ത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ സവ്വി എന്നുള്ള പദം ഡു എന്നുള്ള അപ്പോൾ ഷൂ സവ്വി, വാട്ട് ആർ യു ഡൂയിങ്. ഷൂ തുസവ്വി എന്നാണ് ശരിക്ക്, പക്ഷേ സാധാരണ ഉച്ചാരണത്തിൽ അത് തുസവ്വി എന്ന് പറയില്ല, ഷൂ സവ്വി എന്ന് പറയും. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ്. ഷൂ സവ്വി എന്ത എന്ന് വേണമെങ്കിൽ ഒന്നുകൂടിയും സ്പെസിഫിക് ആയിട്ട് ചോദിക്കും, വാട്ട് ആർ യു ഡൂയിങ്. ഓക്കെ, ഷൂ സവ്വൈത്ത് എന്ന് വെച്ചാൽ വാട്ട് ഡിഡ് യു ഡു, നീ എന്ത് ചെയ്തു. അതുപോലെ തന്നെ ഇനി അവൻ എന്ത് ചെയ്തു എന്നുള്ളതിന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതുകയാണെങ്കിൽ ഷൂ സവ്വ. ഷൂ സവ്വ എന്ന് വെച്ചാൽ അവൻ എന്ത് ചെയ്തു, വാട്ട് ഡിഡ് ഹി ഡു എന്നുള്ളതിന് ഷൂ സവ്വ എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൂ ഉസവ്വി. ഷൂ ഉസവ്വി. സവിയുടെ മുമ്പിൽ ഉ എന്ന് ചേർക്കും, ഉസവ്വി. ഷൂ സവ്വി. ഷൂ ഉസവ്വി. What I will do. ഉദാഹരണത്തിന് I have done എന്നാണെങ്കിൽ സവ്വൈത്ത് എന്ന് പറയും. സവ്വൈത്തു. സവ്വൈത്തു എന്ന് പറയും.
അപ്പോൾ സവ്വി എന്ന പദം സാധാരണ നമ്മൾ അറബി ഭാഷയിൽ എല്ലാവരും അറബികളൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കാവുന്നതാണ്. അതിൻ്റെ പിന്നെ പല രൂപത്തിലുള്ള ഉപയോഗങ്ങളാണ് അല്ലെങ്കിൽ ഫ്രേസുകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഉദാഹരണത്തിന് വാട്ട് നീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഷൂ സവ്വൈത്ത് എന്ന് പറയും. ഷൂ നമ്മൾ എഴുതിയത് ഷൂ സവ്വൈത്ത്. ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഷൂ ഉസവ്വി. ഓക്കെ, പിന്നെ ഷൂ സവ്വൈത്ത് എന്ത എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഡു യു ഡു എന്ന് ഒന്നുകൂടി സ്പെസിഫിക് ആയിക്കൊണ്ട് ചോദിക്കും. അതുപോലെ തന്നെ വാട്ട് ഹീ ഡു നസു ഇനി അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൂ സവ്വ എന്ന് ചോദിച്ചാൽ അവൻ വാട്ട് ഡിഡ് ഹീ ഡു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൂ സവ്വ, ഷൂ സവ്വ. ഓക്കെ, എന്ന് പിന്നെ ഷൂ സവ്വ എന്ന് ചോദിച്ചാൽ വാട്ട് ഹീ ഡു എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ഞാൻ ചെയ്തു എന്നുള്ളതിന് ഉസവ്വി എന്ന് പറയും. ഞാൻ ഐ ഹാവ് ഡൺ. ഓക്കെ, അപ്പോൾ സവ്വ എന്നുള്ള പദത്തിൻ്റെ പിന്നെ പല രൂപത്തിലുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പിന്നെ നമ്മൾ എന്ന് പറയും സവ്വൈന എന്ന് പറയും. നമ്മൾ വി എന്നുള്ളത് വരുമ്പോൾ സവ്വൈന എന്ന് വരും. സവ്വൈന നമ്മൾ പഠിച്ചു. കിതാബുന എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പുസ്തകം എന്ന് പഠിച്ചതുപോലെ സവ്വൈന വി ഹാവ് ഡൺ എന്നുള്ളത് പിന്നെ വരും. അപ്പോൾ സവ്വ എന്ന പദം എന്നുള്ളതിന് സവ്വൈന ഓക്കെ എന്നുള്ള പദത്തിൻ്റെ ലോപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറബി ഭാഷയിൽ സാധാരണ എപ്പോഴും ഇപ്പോൾ സാധാരണ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് കാണുകയാണെങ്കിൽ ഷു സവ്വി എന്ന് പറയും. നീ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷു സവ്വി എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രേസ് എപ്പോഴും നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഫോണിൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ടെലിഫോണിൽ വിളിച്ചിട്ട് ഇപ്പോൾ നീ എന്താ ചെയ്യണതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൂ സവ്വി എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ സ്ലീപ്പിംഗ് ആണെങ്കിൽ അനാം ഓക്കെ എന്നൊക്കെ നമ്മൾ മറുപടി പറയും. നമ്മൾ ഇപ്പോൾ ഇത് അങ്ങോട്ട് ചോദിച്ചു, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് മറുപടി പറയാം? അപ്പോൾ അത് ഏതാണ് രൂപത്തിലുള്ള മറുപടി. ഇപ്പോൾ ഷൂ സവ്വി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഐ ആം റീഡിങ് അക്ര, അപ്പോൾ അതിനനുസരിച്ച് മറുപടി. അപ്പോൾ സവ്വി എന്നാണ് പറയേണ്ടതില്ല. അതിന് ശേഷമുള്ള മറുപടി ഏതാണോ ഫേസ് വരുന്നെങ്കിൽ ഏതാണോ നമ്മൾ ചെയ്യുന്ന കാര്യമെങ്കിൽ അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ സവ്വി എന്നുള്ള പദം നമ്മൾ പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന അറബികളുടെ നിന്ന് സ്ഥിരമായി നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ് അത്. ഓക്കെ, അത് മായ്ച്ചിട്ട് അപ്പോൾ ആ ഒരു പദമാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ ഉപയോഗമാണ് നമ്മൾ ഇതുവരെ പിന്നെ ഇന്നിപ്പോൾ ആദ്യമായിക്കൊണ്ട് സവ്വി എന്നുള്ളത് പഠിച്ചത്. അതുപോലെ തന്നെ ഷുഫ് എന്നുള്ള ഒരു പദം. ഷുഫ് എന്ന് പറഞ്ഞാൽ സി, നോക്ക് എന്നുള്ളതിൽ കാണ് എന്നുള്ള രണ്ടിനും ഉപയോഗിക്കുന്ന, കാണുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതിന് രണ്ടിനും ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ് ഷുഫ് എന്ന്. അപ്പോൾ കണ്ടോ എന്ന് ചോദിച്ചാൽ ഷുഫ്ത എന്ന് ചോദിക്കും. ഷുഫ്ത നീ കണ്ടോ. കണ്ടോ ഷുഫ്ത. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുക, ഐ സോ യു. ഷുഫ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്ന അർത്ഥമാണ്. ഷുഫ്തു എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ കണ്ടു എന്നർത്ഥം. അതിപ്പോൾ ഞാൻ കണ്ടു എന്നാണ് പറയുന്നതെങ്കിൽ ഷുഫ്തുക. ഒന്നുകൂടി ഷുഫ്തു എന്ന് പറഞ്ഞാൽ കണ്ടു. ഓക്കെ, ഞാൻ കണ്ടു. ഇപ്പോൾ ഷുഫ്തുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കണ്ടു. ഓക്കെ, ഷുഫ്തഹു എന്ന് പറയുകയാണെങ്കിൽ അവനെ കണ്ടു. ഷുഫ്തുഹു എന്ന് പറഞ്ഞാൽ അവനെ കണ്ടു.
അപ്പോൾ അതിൻ്റെ ഷാഫ അല്ലെങ്കിൽ ഷുഫ് എന്നുള്ള പദത്തിൻ്റെ മറ്റു ഉപയോഗങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വിശാലമായിക്കൊണ്ട് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഡിഡ് യു സീ ദ മാച്ച്, നീ ഫുട്ബോൾ മാച്ച് കണ്ടോ അല്ലെങ്കിൽ പിന്നെ മാച്ച് കണ്ടോ എന്ന് ചോദിക്കുക. ഷുഫ്തൽ മുബാറ എന്ന് ചോദിക്കും. മുബാറ എന്നുള്ളത് നമ്മൾ ഇന്നലെ പിന്നെ 2 ദിവസം മുമ്പ് നമ്മൾ പഠിച്ചാണ് മാച്ച് എന്നുള്ളത്. മുബാറ എന്ന് പറഞ്ഞാൽ മാച്ച്. അപ്പോൾ ഷുഫ്തൽ മുബാറ, ഡിഡ് യു സീ ദ മാച്ച്, നീ പിന്നെ മാച്ച് കണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷുഫ്തൽ മുബാറ എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് കാറ് കണ്ടോ എന്ന് വെച്ചാൽ ഷുഫ്ത സയ്യാറ, ഷുഫ്ത സയ്യാറ, ഓക്കെ. അല്ലെങ്കിൽ ഷുഫ്ത അൽ വലദ്, ഷുഫ്ത അൽ വലദ്, നീ പിന്നെ ആൺകുട്ടിനെ അല്ലെങ്കിൽ കുട്ടിനെ കണ്ടോ എന്ന് ചോദിക്കാൻ ഷുഫ്തൽ വലദ്. അപ്പോൾ ഷുഫ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സോ, ഞാൻ കണ്ടു എന്നും, ഷുഫ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടുമെന്ന്. അപ്പോൾ ഷുഫ്ത എന്നുള്ളത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ അല്ലെങ്കിൽ പിന്നെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അത് തന്നെ ഇത് എപ്പോഴും ഇപ്പം നീ കാണ് അല്ലെങ്കിൽ ലുക്ക് എന്നുള്ളതിന് പറയുന്ന പദമാണ് ഷുഫ് എന്നുള്ളത്. ഓക്കെ, ഷുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്ക് അല്ലെങ്കിൽ കാണുക എന്ന് പറയുന്ന പദമാണ് ഷുഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ എപ്പോഴും ഷുഫ് ഇങ്ങനെ അറബികൾ പറയും, നോക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ പറയാറുള്ള പദമാണ് ഷുഫ് എന്ന് പറഞ്ഞാൽ നോക്ക് അല്ലെങ്കിൽ കാണ് എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് സാധാരണ പറയുന്നതാണ് ഷുഫ്. ഓക്കെ, ഷുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ കൽപ്പന പോലെ നീ നോക്ക് അല്ലെങ്കിൽ നീ കാണ് എന്നുള്ള ഇതിനു വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് ഷുഫ്. അപ്പോൾ ഈ 2 പദങ്ങളാണ് പദങ്ങളുടെ ഉപയോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിന് തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ നീ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നീ പിന്നെ ചന്ദ്രനെ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ചന്ദ്രൻ എന്നുള്ളതിന് നമ്മളെന്താ പറയുക, കമർ. ഷുഫ്തൽ കമർ, നീ ചന്ദ്രനെ കണ്ടോ. അല്ലെങ്കിൽ പിന്നെ നിന്റെ ഉപ്പാനെ കണ്ടോ എന്ന് ഷുഫ്ത അബൂക്ക, നിന്റെ ഫാദറിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷുഫ്ത അബൂക്ക എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ നീ നിന്റെ ടീച്ചറെ കണ്ടോ എന്ന് ചോദിച്ചാൽ ഷുഫ്ത ഉസ്താദുക്ക അല്ലെങ്കിൽ മുദർരിസുക്ക എന്ന് പറയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷുഫ്ത സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷുഫ്തൽ പിന്നെ എന്തെങ്കിലും മാർക്കറ്റോ അല്ലെങ്കിൽ പിന്നെ സെൻറ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നിത്യജീവിതത്തിൽ സാധാരണ പറയുന്ന പദങ്ങളാണ് ഷുഫ്ത എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ പദങ്ങളും ഇതിന് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പിന്നെ പറയാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാം കണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷുഫ്തൽ ബർനാമിജ്, പ്രോഗ്രാം എന്നുള്ളതിന് ബർനാമിജ് എന്ന് പറയാം. ഓക്കെ, ഷുഫ്തൽ ബർനാമിജ്. ഓക്കെ, അല്യോം എന്ന് പറഞ്ഞാൽ ടുഡേ എന്നുള്ള അർത്ഥം. അപ്പോൾ ഷുഫ്തൽ ബർനാമിജ് അല്യോം എന്ന് പറഞ്ഞാൽ ടുഡേ എന്ന അർത്ഥമാണ്. മുകളിൽ ഷുഫ്ത അല്യോം എന്ന് പറഞ്ഞാൽ ടുഡേ എന്ന അർത്ഥമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഷുഫ്ത അല്യോം, ഓക്കെ, ഷുഫ്ത മുഹമ്മദ് അല്യോം, ഡിഡ് യു സീ മുഹമ്മദ് ടുഡേ. ഓക്കെ, ഷുഫ്ത അൽ സദീഖ് അല്യോം, ഡിഡ് യു സീ യുവർ ഫ്രണ്ട് ടുഡേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പദം കൊണ്ട് ഉപയോഗിക്കാൻ പാടും. അതുപോലെ തന്നെ ഷുഫ്. ഓക്കെ, ഷുഫ് ഹാദൽ ബൈത്ത്, സീ ദിസ് ഹൗസ്, ലുക്ക് അറ്റ് ടു ദിസ് ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ ഷുഫ് ഹാദൽ ബൈത്ത്. ഓക്കെ, ലുക്ക് അറ്റ് ടു ദിസ് ഹൗസ് എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് പറയാനുള്ള ഷുഫ് ഹാദൽ ബൈത്ത് എന്നുള്ള രൂപത്തിലാണ് പറയാറുള്ളത്. അപ്പോൾ 2 പിന്നെ പ്രയോഗങ്ങൾ പദങ്ങളാണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാന്യ പ്രേക്ഷകർക്ക് എഴുതാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുവാനും വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുന്നു. ഒന്ന് സവ്വി എന്നുള്ള പദമാണ് നമ്മൾ പഠിച്ചത്. അത് പറഞ്ഞു ഷൂ സവ്വി എന്ന് പറയുമെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്. ഷൂ സവ്വൈത്ത എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഡിഡ് യു ഡു. ഷൂ സവ്വി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ വാട്ട് ഡിഡ് ഐ ഡു എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ച ഒരു പദം കൂടിയാണ് ഷുഫ് എന്നുള്ള പദം. ഷുഫ് എന്നുള്ള പദം നമ്മളിന്ന് പഠിച്ചു. അതിൻ്റെ അർത്ഥം കാണുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതാണ്. ഷുഫ് എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നോക്ക് അല്ലെങ്കിൽ കാണൂ എന്നുള്ള അർത്ഥമാണുള്ളത്. ഷുഫ്ത എന്ന് പറഞ്ഞാൽ കണ്ടോ. ഷുഫ്ത എന്ന് ചോദിച്ചാൽ കണ്ടോ. ഓക്കെ, അപ്പോൾ തന്നെ ഷുഫ്ത എന്ന് പറഞ്ഞാൽ കണ്ടോ. അത് ഷുഫ്തു എന്നാണെങ്കിൽ ഞാൻ കണ്ടു. ഓക്കെ, അതുപോലെ തന്നെ നിന്നെ ഞാൻ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുക.
ഐ സോ യു, ഞാൻ നിന്നെ കണ്ടു. ഓക്കെ, ഷുഫ്തുക. അപ്പോൾ അവനെ കണ്ടോ, അവനെ കണ്ടു, കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുഹു, ഷുഫ്തുഹു. അത് തന്നെ നമ്മൾ പിന്നെ സ്ത്രീകൾക്ക് ഹ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ആണ്. അപ്പോൾ ഷുഫ്തുഹ എന്ന് പറഞ്ഞാൽ അവളെ കണ്ടു എന്ന അർത്ഥമാണ്. ഷുഫ്തുഹ അത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് പിന്നെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്നുകൂടി എഴുതി വെക്കാം. ഷുഫ്തുഹ. ഹ എന്ന് കേട്ടാം. ഓക്കെ ഓക്കെ, അവളെ കണ്ടു. അപ്പോൾ അങ്ങനെയും അത് ഉപയോഗിക്കാവുന്നതാണ്. ഷുഫ്തുഹ, അവളെ കണ്ടു എന്നുള്ളതിന്. അപ്പോൾ ഈ പദം സാധാരണ ഒക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസാര ഭാഷകളിൽ പിന്നെ ഉപയോഗിക്കുന്ന, നിത്യമായി കൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിത്യമായി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന അതാണ്. ഒരു പിന്നെ പ്രേക്ഷകൻ്റെ കോളുണ്ട്, അത് പിന്നെ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് ക്ലാസ് വിടാം. ഹലോ 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 യാ, എന്റെ പേര് അക്മൽ. അക്മൽ. ഓക്കെ, പറയൂ. ഞാൻ ഷാർജന്ന് വിളിക്കുന്നത്. ഓക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, പറയൂ. നമ്മൾ ഈ അറബിക്കില് എന്ത് പറയുമ്പോഴും അൽ ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അത് പിന്നെ ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ പിന്നെ അത് വിശദീകരിച്ചിരുന്നു. അൽ എന്നുള്ളതിന് ദ എന്ന അർത്ഥമാണ് ഉള്ളത്. ദ. അപ്പോൾ അൽ കലം, കലം എന്ന് പറഞ്ഞാൽ പെൻ, അൽ കലം എന്ന് പറഞ്ഞാൽ ദ പെൻ, അതാണ് ഉള്ളത്. പിന്നെ ആല് എന്ന് പറയും. ആൽ എന്നുള്ള കുടുംബത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആൽ നഹ്യാൻ എന്ന് പറഞ്ഞാൽ നഹ്യാൻ കുടുംബം. അതുപോലെ ഇപ്പോൾ ഷെയ്ഖ് റാഷിദ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന് പറയില്ലേ, അത് ശരിക്ക് ആൽ മക്തൂം എന്നാണ്. ആൽ എന്നുള്ളതിൻ്റെ അർത്ഥം കുടുംബം എന്ന അർത്ഥമാണുള്ളത്. പക്ഷേ വാക്കുകളുടെ നൗണുകളുടെ കൂടെ അൽ എന്ന് പറഞ്ഞാൽ ദ അല്ലെങ്കിൽ പ്രോപ്പർ നൗണാക്കി പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൽ എന്നുള്ളത്. അപ്പോൾ പെൻ എന്ന് പറഞ്ഞാൽ കലം, അൽ കലം എന്ന് പറഞ്ഞാൽ ദ പെൻ എന്ന അർത്ഥമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ വേറെ ഡൗട്ട് എന്ന് വെച്ചാല് ഈ അറബിക്കില് ഈ ഫീമെയിലും മെയിലും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അന്ത അല്ലെങ്കിൽ അന്തി എന്ന് വരുമ്പം അത് ഡിഫറൻഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ മീനിങ്ങിന് വല്ലതും തെറ്റുണ്ടാവും? തീർച്ചയായിട്ടും മാറും. നമ്മളിപ്പോൾ ഒരു ആണിനോട് അന്ത, പെണ്ണിനോട് അന്ത എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ബഹുമാനക്കുറവിൻ്റെ വാക്കായിട്ട് മാറില്ല. അതുകൊണ്ട് അന്തി എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ അത് പിന്നെ അല്ലെങ്കിൽ അതൊരു ബഹുമാനക്കുറവ്. സാധാരണ പിന്നെ അറബി അറിയാത്തവരങ്ങനെ അന്ത എന്ന് കോമൺ ആയിട്ട് പറയും. പക്ഷെ അത് പറയാൻ പാടില്ല. ഓരോ ആരെയാണോ നമ്മൾ പിന്നെ ആരോടാണ് സംസാരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ അത് പറയേണ്ടതുണ്ട്. അപ്പോൾ കലമുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ പെന്ന് എന്നാണ്, നിൻ്റെ പേന എന്നാണ്. അത് ആണിനോട് ചോദിക്കുന്നതാണ്. പക്ഷെ അവരോട് ചോദിക്കേണ്ടത് ഒരു പെണ്ണിനോട്, ഒരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയേണ്ടത് കലമുക്കി എന്നാണ് പറയേണ്ടത്. യുവർ പെൻ എന്നുള്ളതിന് കലമുക്കി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അതിലുണ്ട്. അത് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ അറബി അറിയാത്തവല്ല അത് ഒന്നായിട്ട് പറയും. കലമുക്ക എന്ന് പറയാൻ പാടില്ല. അത് കലമുക്ക എന്ന് പറയുന്നത് ആണിനോടും, കലമുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ പെൻ എന്നുള്ളത് പെണ്ണിനോടുമാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. അപ്പോൾ നമ്മൾ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ലെസണിൽ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ആ ചില കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ ഇതുവരെ പഠിച്ച രണ്ട് വാക്കുകൾ, ഒന്ന് സവ്വി, അതുപോലെ തന്നെ ഷുഫ് എന്നുള്ള പദങ്ങളുടെ പിന്നെ ഉപയോഗങ്ങളായിരുന്നു. പദങ്ങളുടെ ഉപയോഗങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. പിന്നെ ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് പോയതിന് ശേഷം വീണ്ടും തിരിച്ച് വരാവുന്നതാണ്.